നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിലാണ് അവസ്ഥ. ഇപ്പൊ എന്തൊക്കെയായിരുന്നു, അവന്റെ കൂടെ പോയി നല്ല പോലെ ജീവിക്കട്ടെ, അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, അവർ നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്ന് ഷഹല എന്ന് പറയുന്ന സ്ത്രീ 3 കുട്ടികളുടെ പിതാവുമായി ഒളിച്ചോടി പോയി. അവസാനം അവരെ കണ്ടെത്തി ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ, ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ പോലും മർദ്ദിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. ആ സ്ത്രീയോട് ഇവന്റെ കൂടെ പോകുന്നോ, ഇവരുടെ കൂടെ പോകുന്നോ, കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് വിവരം കിട്ടിയത്. ഭർത്താവ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. അപ്പം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഈ കൂടെ പോയവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുമോ, അവർ പോവട്ടെ, അവർ വരട്ടെ, അവർ നന്നാവട്ടെ. അവർ എത്ര ആങ്ങളമാരാണ് ഈ ദുനിയാവിൽ, ഇത്ര വലിയ ആങ്ങളമാർ സ്വന്തം പൊരയിൽ വരെ ഉണ്ടാവില്ല. അത്രയും ആങ്ങളമാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവസാനം ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഇടയിലും അവന്റെ കൂടെ കുറച്ചു കാലം, ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയത് മുതൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ആ സ്ത്രീക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഭർത്താവിന് നല്ല മനസ്സ് തോന്നി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഇതോടെ തീർന്നു. കാരണം ഇനി ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്. എന്തായാലും ഇനിയെങ്കിലും നേർവഴിയിൽ ജീവിച്ചു പോവാൻ വേണ്ടി ഇതുപോലുള്ള വിവരവും ബുദ്ധിയുമില്ലാത്ത മറ്റവന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഊരി പോകാൻ നിൽക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഗൈസ്, നിങ്ങളൊക്കെ ഓൾമോസ്റ്റ് അറിഞ്ഞു കാണും. അതായത് ഷെഹല എന്ന് പറയുന്ന വ്യക്തിനെ തിരിച്ചു വരികയും, അതായത് കാമുകന്റെ കൂടെ പോയിട്ട് തിരിച്ചു വരികയും, ആൻഡ് ഇപ്പോൾ കറന്റ്ലി സ്വന്തം ഭർത്താവിനെ, ശരിക്കുള്ള ഭർത്താവിനെ ആ പുള്ളിക്കാരിയെ വേണ്ടാന്ന് പറയുകയും കുട്ടീനെയും കൊണ്ട് ആ ഭർത്താവ് പോവുകയും, ആൻഡ് ഷെഹല ഇപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സോ അവിടെ നമുക്ക് കൺഫേം ആയിട്ടില്ല കുറച്ച് നമുക്കറിയാൻ പറ്റിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെഹല ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇവർ തമ്മിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഇങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞ്, അതായത് മുൻ ഭർത്താവിന്റെ കൂടെ തന്നെ പോകാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷെഹല എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പിന്നെയായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അപ്പ കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പൊ അല്ലാത്തവര് അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ ദാറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിപ്പോ ചെയ്യുന്നതിന് ഇപ്പൊ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ, അപ്പോൾ എനിക്ക് കുറേ അധികം ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ കുറേ അധികം നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ പോയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ പോയി ജീവിക്കട്ടെ, ഇഷ്ടം, അങ്ങനെ കുറേ അധികം ആൾക്കാർ ഇത് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഷഹല വന്നതിന് ശേഷം പോലീസുകാരൊക്കെ ചോദിച്ചു ആരുടെ കൂടെ പോകണം എന്ന് ചോദിച്ചപ്പോൾ കാമുകന്റെ കൂടെ പോകണ്ട എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയുകയും ആ കുട്ടീനെ സഹിതം ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഈ കുട്ടീനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചൈൽഡ് ലൈനിൽ കേസ് കൊടുക്കണം, അവനെതിരെ കേസ് കൊടുക്കണം. അപ്പൊ അവൻ കഞ്ചാവായിരുന്നു. അപ്പം ഇവളെയും സ്വർണത്തിന് വേണ്ടിയിട്ട്, സ്വർണം പണയം വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ചത്താലും ഒരു കാമുകന്റെ കൂടെ പോകണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ, എൻ്റെ ഒരു വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ അറിയാം, എനിക്ക് വലിയ വ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു 1K 2K 3K അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോസിനും വ്യൂസ് വരുന്നത്. പക്ഷെ ഈ ഒരു കണ്ടന്റ് ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൂടെ എന്താ പറയാ, അവർക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോണോ എന്ന് പറയണമെന്നാണോ കുറേ ആൾക്കാർ എനിക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് ഈ ഒരു കണ്ടന്റ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവര് എന്തെങ്കിലും ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവര് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ. പക്ഷെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോ പബ്ലിക്കലി എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ ഇത് ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു
സംഭവം, ഇവർക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാഠം എന്ന് തന്നെ ഇതൊരു റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന ഒരാൾ ചെയ്തിരിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. കാരണം ഇത് ഇനിയിപ്പം കാമുകന്റെ കൂടെ പോവാൻ വേണ്ടി ഇരിക്കുന്ന ഭാര്യമാരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കും. കാരണം നമ്മളെപ്പോഴും ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നും അവിടെ പോയാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ചിലവരെങ്കിലും ചിന്തിക്കുമായിരിക്കും. പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. സ്വന്തം ഭർത്താവ് എവിടെയാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന, സ്വന്തം വീട്ടില് എന്ത് പ്രശ്നമാണെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. പക്ഷെ അവരെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ ഒരു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇത് സഹിക്കാൻ പറ്റാത്ത ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിവോഴ്സ് എന്ന് പറയുന്ന ഓരോ ഓപ്ഷൻ ഉണ്ട്. ഡിവോഴ്സ് ചെയ്തിട്ട് മാന്യമായിട്ട് പോകാം. അല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ എന്തായാലും ആ ഭർത്താവ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവര് നാട്ടിലേക്ക് വരുമ്പോഴത്തേന് സ്വന്തം ഭാര്യയും മക്കളും അല്ലെങ്കിൽ സ്വന്തം ഭാര്യ വീട്ടിലില്ല വേറൊരുത്തന്റെ കൂടെ പോയി എന്ന് പറയുമ്പോൾ അത് ഒരാൾക്കും സഹിക്കാൻ പറ്റത്തില്ല. അതിപ്പോ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഠമാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പൊ കാമുകന്റെ കൂടെ പോകുന്ന പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ കാമുകിയുടെ കൂടെ പോകുന്ന ആണുങ്ങൾക്ക് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പം സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഒരു 1, 2, 3 വർഷമെങ്കിലും നല്ല സുഖമായിട്ട് ജീവിച്ചിട്ട് പിന്നെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഡിവോഴ്സ്. പക്ഷെ ഇത് എന്താണ് ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ അവർക്ക് ഇത് കിട്ടുകയും ഇതൊക്കെയായി. ആക്ച്വലി അവരുടെ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും എടുത്ത് ചർച്ച ചെയ്ത് ഇപ്പം ഇനി അവർക്കൊരു ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. സ്വന്തം ലൈഫ് ഇത്രയധികം ചവിട്ടി സ്വന്തമായിട്ട് തന്നെ നശിപ്പിച്ച് കളഞ്ഞു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്താ പറയാ, നമ്മളൊരിക്കലും നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് മാത്രമേ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈവൻ ഒരു ഫസ്റ്റ് മാരേജിന് പോവുകയാണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്നൊക്കെ നോക്കിയിട്ട്, അല്ലാതെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ കല്യാണം കഴിക്കുകയല്ല വേണ്ട. പിന്നെ ഇവര് 18 വയസ്സിലാണ് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എപ്പോഴും എല്ലാ സ്ത്രീകളും ഇൻഡിപെൻഡന്റ് ആകുക. അതുപോലെ തന്നെ നമുക്കൊരു മെച്യൂരിറ്റി, 18 വയസ്സിൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും അതൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഏജ് ആണ്. അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഭാര്യയാകാനൊക്കെ ഉള്ള ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഏജ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം +2 ഒക്കെ കഴിയുന്ന സമയത്താണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന ചിന്താഗതിയല്ല ഇപ്പൊ എനിക്ക് ചിന്തിക്കുന്നത്. കാരണം ആ ഒരു ടൈമിൽ ഞാൻ വിചാരിക്കും ഒരു ഭർത്താവിന് വേണ്ട ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ, ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അങ്ങനത്തെ പൈസ, സൗന്ദര്യം എന്നൊക്കെയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ലൈഫ് ഇത്രയധികം കടന്നു വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ലൈക്ക് അത് നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ മാത്രമുള്ളതാണ്. അതിനൊന്നും ഒരു വിലയുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം നമ്മൾക്കിപ്പോ കറുത്തതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വെളുത്തതാണെങ്കിലും അല്ലെങ്കിൽ മുടിയില്ലെങ്കിലും ഹൈറ്റ് ഇല്ലെങ്കിലും ഒക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയും. പക്ഷെ ഇതിനൊന്നും നമ്മുടെ ഫാമിലി ലൈഫിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്തൊരു കാര്യമാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കെല്ലാം തുറന്നു പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ഫാമിലി ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. അല്ലാതെ അവിടെ ഒരിക്കലും നമ്മൾക്ക് ഈ ഒരു സൗന്ദര്യത്തിനോ അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് അത് നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഇതും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഫാമിലി ലൈഫ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ പറയുന്ന വലിയ റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും നമ്മൾ കല്യാണം കഴിക്കണം എന്നുള്ളതല്ല. നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ടുപേരും, ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് ഉണ്ട്. അല്ലാതെ അവർക്ക് വലിയ പണം അല്ലെങ്കിൽ ഭയങ്കര അതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ അല്ല. ഇപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നാലും നമുക്ക് പല കാര്യങ്ങളും നേടാൻ പറ്റും. അതുപോലെ തന്നെ ഒരാളുടെ സ്വപ്നത്തിന് വേണ്ടി ഒരാള് രണ്ടുപേരുടെ സ്വപ്നത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, അതൊക്കെയാണ് ഒരു ഫാമിലി ലൈഫിൽ ഒരുപാട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ മെച്ചുവേർഡ് ആകും തോറും നമ്മുടെ ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെ മാറും.
മാറും. അപ്പം ഇന്ന് ഒരു 18 വയസ്സാകുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഭർത്താവ് പറയുന്ന മാത്രം കേട്ട് ഇതായിരിക്കും ജീവിതം എന്നൊക്കെ പറഞ്ഞിടും. അപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് എന്താ പറയുക, ഒരു 25-26 വയസ്സാകുമ്പോഴത്തേക്ക് വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ അപ്പോൾ വരുന്ന ഇഷ്ടങ്ങൾ വേറെ ആയിരിക്കും. അതാണ് ഒരു മെച്ചുവേർഡ് ആയിട്ട് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു സംഭവം. അപ്പോൾ എപ്പോഴും ഒരു 25-24 വയസ്സാകുമ്പോഴത്തേക്ക് കല്യാണം കഴിക്കുന്നതാണ് വളരെ നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പൊ നമുക്ക് നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കിട്ടിയാലും നേരത്തെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എങ്കിലും അതൊരു 18 അല്ലെങ്കിൽ 22-23 വയസ്സിലൊന്നും കല്യാണം കഴിക്കാൻ ഞാൻ യോജിക്കുന്നില്ല. ഒരു 24-25. അപ്പൊ കല്യാണം കഴിക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് രണ്ടുപേരും ഇൻഡിപെൻഡന്റും ആകണം. അതും വലിയൊരു ഘടകം തന്നെയാണ് നമ്മുടെ ഒരു ഫാമിലി ലൈഫിൽ. അപ്പോ ഇനിയെങ്കിലും എല്ലാ മാതാപിതാക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കല്യാണം എന്ന് പറയുന്നതോ അതൊന്നും അല്ല. ഇപ്പൊ ചില പെൺകുട്ടികളുടെ പേരൻസിന് എപ്പോഴും എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചാൽ, ഇപ്പം ഓൾമോസ്റ്റ് അതൊക്കെ മാറിക്കഴിഞ്ഞു. പക്ഷെ എങ്കിലും ഞാൻ പറയാം, ചിലപ്പോൾ 1-2 ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കാം. അതായത് കല്യാണം എന്ന് പറയുന്നതല്ല നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതൊരു പാർട്ട് ഓഫ് നമ്മുടെ ലൈഫിലെ ഒരു പാർട്ടാണ്. അപ്പം അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, നമ്മൾ അത്ര സെറ്റിൽഡ് ആയി മാത്രമേ ഇതിനകത്തോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇങ്ങനെ പോയി വേറൊരാളുടെ ലൈഫും നശിപ്പിച്ച് ഇതും നശിപ്പിച്ച് അവരുടെ ലൈഫും നശിപ്പിച്ച് അങ്ങനെ ഇനി ആ പെൺകുട്ടിക്ക് ഇനി പുറത്തിറങ്ങിയ ഒരു ജോലിക്കാണെങ്കിലും പോകുമ്പോൾ അത്രയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അതുമല്ല, ഇത്രയും നാള് 18 വയസ്സിൽ കെട്ടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം എത്രയുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ ഇത്രയും നാളും എന്താ പറയാ, ഇത്രയും നാളും വീട്ടിലിരുന്നിരുന്ന് നമുക്കിപ്പോ ഒരു ജോലിക്ക് പോവാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്വന്തം ലൈഫ് താറുമാറാക്കി കളഞ്ഞു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്, ആത്മഹത്യ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഭർത്താവിന്റെ കൂടെ പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ശ്രമിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിയും. എനിക്കറിയില്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെയാണ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ, അതായത് സ്വന്തം ലൈഫ് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഇത് കളഞ്ഞു. അപ്പം നമുക്ക് ഇപ്പം അമ്മായിയമ്മയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്നോ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ പറയാ, നമ്മൾ അത് നേരിടുക, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് തുറന്ന് പറയുക, അല്ലെങ്കിൽ അതിനൊരു തീരുമാനം എടുത്ത്. കാരണം ഇങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി എന്താ പറയാ, പുള്ളിക്കാരി അത്ര വെടുപ്പൊന്നുമല്ല. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ഇനിയും ഇതിനെക്കുറിച്ച് കണ്ടന്റ് വന്നാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. കാരണം എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ഒരാൾക്കെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഒക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്ന, സമൂഹത്തോടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന. അപ്പം നിങ്ങൾ ചോദിക്കും പൈസയോടൊപ്പം തന്നെ സമൂഹത്തോടെ എനിക്ക് സമൂഹത്തിനൊരു നല്ലൊരു മെസ്സേജ് ഷെയർ ചെയ്യാനും പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ, കാരണം ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ. പിന്നെ എനിക്ക് ജോലി ഇല്ലേ എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ. എനിക്ക് ജോലിയുണ്ട്. ഞാൻ ഇവിടെ ഇൻഫോ പാർക്കിൽ പ്രോജക്ട് മാനേജ്മെന്റ് ഓഫീസറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. മൺഡേ ടു ഫ്രൈഡേ ആണ് എൻ്റെ വർക്ക്. അപ്പൊ അതും കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ചെയ്യാറുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഷോർട്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞങ്ങളെ CA ടോക്സ് ആൻഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ വേറൊരു യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റയിലും ആ ഒരു കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. സോ ഇതൊക്കെ അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു പാർട്ട് ടൈം അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഞാൻ ഡാൻസ് കളിക്കുന്ന ആളാണ്, ഞാൻ പാട്ട് പാടുന്ന ആളാണ്. അപ്പം അതൊക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഒരിക്കലും എൻ്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ല. പിന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആണ്. അത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് തന്നെ ഞങ്ങൾ വെളുപ്പിനെ ഷോർട്സ് ഇട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ മോണിറ്റൈസ് ആക്കിയതും ഇത് ചാനൽ ഇതാക്കിയതും ഒക്കെ. അപ്പം വേറെ പണിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഷോർട്സ് ഇടാറുണ്ട്. അത് കണ്ടന്റ് ആലോചിച്ച് ഞങ്ങൾ ഷോർട്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതും സോഷ്യലി വരുന്ന കണ്ടന്റിനെ കുറിച്ച് നമ്മൾക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് സംസാരിക്കുന്നു. അതാണ്, അല്ലാതെ പണി ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ പൈസ കിട്ടുമ്പോൾ നമുക്കൊരു ഇതല്ലേ, നമുക്കൊരു പ്രചോദനമാണല്ലോ. നമ്മൾ കുറച്ച് സംഭവം ചെയ്യുമ്പോൾ, എന്താണെങ്കിലും നമ്മളത് ചെയ്യുമ്പോൾ അതിനൊരു അച്ചീവ്മെന്റ് കിട്ടുന്നത് എന്ന് പറയുന്നത് ഒരു ഇതാണ്. അപ്പം ഇവിടെ നമുക്കത് കിട്ടുന്നത് എന്താ പറയാ, പൈസയായിട്ടും അതുപോലെ തന്നെ രണ്ടുപേരും നമ്മളെ കണ്ടാൽ എന്നെ അറിയത്തൊന്നുമില്ല, പക്ഷെ എങ്കിൽ കൂടിയും തിരിച്ചറിയുന്നതും ഒക്കെ ആണല്ലോ. അപ്പം അത് നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമാണ്. ഒരുപാട്
ഒരുപാട് പേര് എൻ്റെ ചില വീഡിയോസിലൊക്കെ പറയാറുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ 100% സത്യമാണ്, അത് ശരിയാണ് മോളെ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമന്റുകളും വരാറുണ്ട്. നല്ല കമന്റ് വരാറുണ്ട്, നെഗറ്റീവും വരാറുണ്ട്. ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ എന്തിട്ട് കഴിഞ്ഞാലും അത് രണ്ട് വശങ്ങളുണ്ട്. രണ്ട് വശത്തിലായിട്ട് കാണുന്ന അല്ലെങ്കിൽ രണ്ട് രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. അതെനിക്കറിയാം. അപ്പൊ ഞാൻ ചില കണ്ടന്റുകൾ നെഗറ്റീവായിട്ട് കാണുന്നു, ചില കണ്ടന്റ് പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ ഓരോരുത്തരും പറയുന്ന കമന്റുകൾ എനിക്ക് വാല്യുബിൾ ആണ്. അപ്പൊ അതിനുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത്. എനിക്ക് ജോലിയുണ്ട്, പണിക്കൊന്നും പോകാറില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ച് കുറെ കമന്റ് വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ ഷെഹലയെ സംബന്ധിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അപ്പം ഞാനും ഇതൊരു സോഷ്യലി കണ്ടന്റ് അല്ലെങ്കിൽ എല്ലാവരും വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യലി ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാനും ഉറപ്പായിട്ടും ചെയ്യും. കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെയാണ് ഒരുപാട് പേരിലേക്ക് എത്തേണ്ടത്. കാരണം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ പിന്നെ ഇങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ പലവർക്കും മനസ്സിലാവും.